ജഗീർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഭാവന നായികയായി റഹ്മാനും ഭാവനയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച സിനിമയാണ് അനോമി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അനോമിയുടെ റിവ്യൂ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി. അതായത് കിടുക്കാച്ചി ഡയറക്ഷൻ, കിടുക്കാച്ചി അഭിനയം, കിടുക്കാച്ചി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല എഡിറ്റിങ്, നല്ല ക്യാമറ വർക്ക്, നല്ല ഡാർക്ക് ക്രൈം ത്രില്ലർ, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവന നല്ലൊരു ആക്ടറാണ്. അതുപോലെ തന്നെ റഹ്മാൻ. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് എനിക്ക് അത്രയധികം എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറിയിട്ട് ആ പടം നമ്മളതിനെ പിടിച്ചിരുത്തി അവസാനം വരെ കുറച്ച്, അതായത് ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് ആ സംഭവം. ഇവന് മെൻ്റലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ട്രോമ എന്നൊക്കെ പറയാം. ഓക്കെ, ഒരു നേരം സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു സംഭവം പുള്ളിക്കാരനുണ്ട്. അവിടെ നിന്ന് ഇവനെ കാണാതാവുന്നിടത്ത് നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ ട്രോമയിലാവാനുണ്ടായ സാഹചര്യം എന്താണ്, അതുപോലെ ഈ പുള്ളിക്കാരൻ എങ്ങനെയാണ് മിസ്സാവുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് മിസ്സാവുന്നത്, ഈ പുള്ളിക്കാരൻ പിന്നീട് സംഭവിച്ചത് എന്ത് എന്നുള്ള അന്വേഷണത്തിന് ഭാവന തുനിഞ്ഞിറങ്ങുന്നിടത്താണ് കഥയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ടാണ് ഭാവന വരുന്നത്. അതുപോലെ റഹ്മാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഓക്കെ, ഒരു ഫസ്റ്റ് ഹാഫ് വരെ റഹ്മാൻ ശരിക്കും ഉഴപ്പൻ മട്ടിലാണ് കേസ് അന്വേഷണം പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ പുള്ളിക്കാരൻ കിഡുമായിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഡാർക്ക് മൂവി കാണുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്കൊരു ഇഴച്ചിൽ തോന്നിപ്പിക്കാം. ബട്ട് ആ ഇഴച്ചിൽ ആ ഒരു സിനിമയ്ക്ക് ആക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഒരു ഇഴച്ചിൽ നമുക്ക് ഫീൽ ചെയ്താലും അതിൻ്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കിഡു ആയതുകൊണ്ട് നമുക്കത് അറിയാതെ പോകും. ഓക്കെ, അവസാനം ഒരു സസ്പെൻസൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അവർ തിരഞ്ഞെടുത്തിട്ടുള്ള കോണ്ടൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പടം കാണുന്ന ആൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ ഒരു സംഭവം ക്ലൈമാക്സിൽ അടിപൊളിയായിട്ട് അത് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന, അതിലേക്ക് കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഈ ഒരു പടത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ BGM. ഓക്കെ, അപ്പോൾ ആ BGM നമ്മളതിനെ ആ സിനിമയോട് ഇണക്കി ചേർക്കാൻ, ഇപ്പോൾ ഈ സിനിമയോട് നമ്മളതിനെ ഇണക്കി ചേർക്കുന്നത് ആ BGM ആണ്. അത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഹർഷവർദ്ധൻ രമേശ്. പടത്തിൽ BGM ഇട്ടുകൊണ്ട് പല ഏരിയയിലും നല്ല പോലെ എലിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര കിടുവായിട്ടുണ്ട്. ഭാവനയുടെ വൻ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ബ്രദർ സിസ്റ്റർ ബോണ്ടായിട്ടാണ്. പിന്നെ ഒരു മിസ്സിങ് നടക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ, അങ്ങനെ കഥ മറ്റൊരു തലത്തിലേക്ക് ചെന്നെത്താണ്. അവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ പോക്കാണ്. അത് വൻ രീതിയിൽ എൻഗേജിങ് ആയിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് വളരെയധികം സാധിക്കുന്നുമുണ്ട്. ലീഡ് റോളിലെത്തിയ ഭാവന, റഹ്മാൻ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബിനു പപ്പു, പിന്നെ അരുൺ ലാലാണോ എന്നറിയില്ല, അർജുൻ ലാൽ, ഷെബിൻ ബെൻസൺ. ഓക്കെ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫർ പക്ക. പിന്നെ സയൻറ്റിഫിക് എലമെൻ്റ് പിടിച്ച് ചെയ്തപ്പോൾ അത് നല്ല വൃത്തിക്ക്, അതും അധികം വരാത്ത ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൂടെ നല്ല രീതിയിൽ പടം പിടിച്ചിരുത്തുന്നുണ്ട്. മേക്കിംഗ് പ്ലസ് സ്ക്രിപ്റ്റിൻ്റെ കഴിവാണ് നമ്മളതിനെ ആ തിയേറ്ററിനകത്ത് പിടിച്ചിരുത്തുന്നത്. ഓക്കെ, അതായത് അടിത്തറയുള്ളൊരു സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിനെ ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന തിരക്കഥ, പിന്നെ അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന നമ്മളതിനെ എൻഗേജിങ് ആക്കാൻ കഴിവുള്ള ഡയലോഗ്, പിന്നെ ഡയറക്ഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർക്ക് കംപ്ലീറ്റ് ആൾ ഒറ്റയ്ക്ക് നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം.
റിയാസ് മാരത്ത്. അപ്പോൾ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ആൾ തന്നെയാണ്. ക്ലൈമാക്സിലേക്ക് ഒരു വെടിച്ചില്ല ഐറ്റം ഇട്ടിട്ട് ഒരു എന്താ പറയുക, പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമൊക്കെ തന്നിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയേ ഉള്ളൂ. പടം ഒരു 1.5 പടമാണ്. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് കുറേ ഉണ്ട്. ഭാവന, ഡോക്ടർ റോയ് CJ ഒക്കെയാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് റോയ്ക്ക് ഒരു പ്രണാമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രസന്നകുമാർ, പിന്നെ ബ്ലിറ്റ്സ് ക്രിങ് ഫിലിംസ്, പനോരമ സ്റ്റുഡിയോ. ഇപ്പോൾ ദിലീപിൻ്റെ പടം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ദിലീപിൻ്റെ പടം ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞവരൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ലൊരു പടം ഇറങ്ങിയിട്ട് പഞ്ചാം പാതിരയൊക്കെ ഇറങ്ങിയ സമയത്ത് അത്രയും ആൾക്കാർ അതിനകത്ത് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്തുകൊണ്ട് ആൾ കയറുന്നില്ല എന്നുള്ളത് മനസ്സിലാവാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇടുന്നവർ ഒരു 150 രൂപ മുടക്കുകയാണെങ്കിൽ ഈ സിനിമ വിജയിക്കാൻ സാധിക്കും. അത്രയും നല്ലൊരു പടമാണ്. അപ്പം നിങ്ങൾ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.